ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു യൂണിക്കോൺ തീം കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ട്രോബെറി ഫ്ലേവറിൽ 1.5 കിലോ വെയിറ്റ് വരുന്ന യൂണിക്കോൺ കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് 6 മുട്ട ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1.5 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്തേണ്ടത്. ഞാൻ പൊടിക്കാത്ത ഷുഗറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച് ഉപയോഗിക്കാം. കുറച്ചായിട്ട് 1.5 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്താൽ ചിലപ്പോൾ ഷുഗർ അലിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നത്. നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ആ എഗ്ഗിൻ്റെ യെല്ലോ കളറൊക്കെ മാറി ഒരു വൈറ്റിഷ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ 1.5 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തു. വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എഗ്ഗിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് കാണാം വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി മിക്സാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പിസ്തയുടെ മിക്സ് കാണിച്ചു തന്നിരുന്നു. അതുപോലെ നമുക്ക് സ്ട്രോബെറിയുടെ വാങ്ങാൻ കിട്ടും. സ്ട്രോബെറിയുടെ മിക്സ് ഒരു 5 to 6 ഡ്രോപ്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. സ്ട്രോബെറിയുടെ ആ ഫ്ലേവറൊക്കെ കേക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് പതുക്കനെ ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റ് ആവരുത്. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്പാക്ടുല വെച്ച് മിക്സ് ചെയ്താലും മതി. ഓവർ ബീറ്റ് ആയാൽ നമ്മുടെ ബാറ്റർ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അരിക്കുക. 3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഈ ബാറ്ററിൽ മിക്സ് ചെയ്തെടുക്കുക. 3 ബാച്ചായിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. 3 ബാച്ചിലേക്കും കൂടി 1/2 കപ്പോളം പാല് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സ്പാക്ടുല വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ബാച്ച് ഇട്ട് മിക്സ് ചെയ്തു. സെക്കൻഡ് ബാച്ച് ഇട്ടും മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. തേർഡ് ബാച്ച് ഇട്ട് മിക്സ് ചെയ്തു. അത് വിട്ടുപോയതാണ് കേട്ടോ വീഡിയോയിൽ. ഇനി ഞാൻ എടുക്കുന്നത് 7 ഇഞ്ച് പാനാണ്. യൂണിക്കോൺ തീം കേക്ക് ആകുമ്പോൾ നമുക്ക് യൂണിക്കോൺ ഹൈറ്റ് വേണം. കേക്ക് നല്ല ഹൈറ്റ് വേണം. അതുകൊണ്ടാണ് 7 ഇഞ്ച് പാനിൽ 2 തവണയായിട്ട് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റൗ ടോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഓവണല്ല. ചുവട് കുട്ടിയുള്ള ഒരു പാത്രം എടുത്ത് സ്റ്റൗ ടോപ്പിൽ വെച്ച് അതിൽ റിങ് ഇറക്കി വെച്ച് 10 മിനിറ്റ് ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബേക്കിംഗ് പാൻ ഇറക്കി വെക്കുക. ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതിയോ. സ്ലോ സ്ലിമ്മിലിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 1.5 kgയിൽ നിന്ന് 5 ലെയേഴ്സ് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ലെയറും ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യത്തെ ലെയർ ബോർഡിൽ വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് 1/4 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് വെറ്റ് ചെയ്യാൻ. ഓരോ ലെയറും വെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുകയാണ്. ക്രിസ്റ്റീൻ എന്ന ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്ത് ബീറ്റ് ചെയ്യുന്നത്. അതിലേക്കും സ്ട്രോബെറി മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം
ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം സ്ലോയിൽ നിന്ന് തുടങ്ങി പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലിട്ട് വിപ്പ് ചെയ്യുക. ബൗളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. അങ്ങനെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പും റെഡിയായി. ഫസ്റ്റ് ലെയർ വെറ്റ് ചെയ്തു. എല്ലാ ഭാഗത്തും കേക്കിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുകയാണ് എല്ലാ ഭാഗത്തും. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മളുടെ സ്ട്രോബെറിയുടെ ക്രഷ് വാങ്ങാൻ കിട്ടുമല്ലോ, നമ്മൾ കുലുക്കി സർവത്തൊക്കെ കുടിക്കുന്ന സ്ഥലത്തൊക്കെ കാണാം. പിന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ബേക്കിംഗ് ടൂൾസൊക്കെ വാങ്ങുന്ന കടയിലൊക്കെ ഉണ്ടല്ലോ, അവിടെയും അവൈലബിൾ ആണ്. സ്ട്രോബെറിയുടെ ക്രഷ് വാങ്ങാൻ കിട്ടും. എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ചേർത്തു. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് സ്ട്രോബെറി കിട്ടുവാണെങ്കിൽ അതും കട്ട് ചെയ്ത് നമുക്ക് ഇടയിലിട്ട് കൊടുക്കാം. അങ്ങനെ ക്രഷ് ഇട്ട് കൊടുത്തു. ഫ്രഷ് സ്ട്രോബെറി ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഫീൽ ചെയ്യും കേക്ക് കഴിക്കുമ്പോൾ. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് അതിന് മുകളിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ ലെയറിലും ഞാനിപ്പോൾ കാണിച്ചു തന്ന പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഇതിപ്പോൾ ക്രം കോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണുന്നത്. കേക്കൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് നീറ്റായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുക. ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാം. ഇതാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ഫൈനൽ കോട്ടിൽ ഞാൻ ക്രീമിൽ കുറച്ചുകൂടെ പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഷെഫ് മാസ്റ്ററിൻ്റെ പിങ്ക് കളറ് 2 ഡ്രോപ്പ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ കളർ കിട്ടിയത്. അങ്ങനെ ഫൈനൽ കോട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ഫൈനൽ കോട്ട് ചെയ്യുക. നല്ല നീറ്റായിരിക്കണം. ബോർഡ് നല്ല നീറ്റായിട്ട് എടുക്കണം. കേക്ക് നല്ല രീതിക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യൂണിക്കോണിൻ്റെ ചെവിയും കൊമ്പൊക്കെ ഉണ്ടാക്കി വെച്ചത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മളുടെ ഫോണ്ടൻറ്റ് വെച്ച് ഇയറും ഹോണൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നിട്ട് അതിലേക്ക് ഗോൾഡൻ കളറിൽ ഡസ്റ്റ് എടുത്തിട്ട് ചെറുനാരങ്ങ നീരിൽ മിക്സ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ഹോണിലും ചെവിയിലൊക്കെ. ഇത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല ഫോണ്ടൻറ്റ് വർക്ക്, പിന്നെ ഒരു ദിവസം അത് കാണിക്കാം. അപ്പോൾ ആ ടൂത്ത് പിക്ക് വെച്ചാണ് നമ്മൾ കേക്കിൽ അത് ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചത്. ടൂത്ത് പിക്ക് വെച്ച് അപ്ലൈ ചെയ്ത് കേക്കിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ഹോണും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി കാണിക്കുന്ന ഇത് നമ്മളുടെ യൂണിക്കോൺ കേക്കിനെ ഡിസൈൻ കൊടുക്കുകയാണ്. നമ്മുടെ യൂണിക്കോണിൻ്റെ ഹെയറിൻ്റെ ആ പോർഷൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കേക്കിൻ്റെയൊക്കെ അവിടെ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഹെയറിൻ്റെ ഷേപ്പിൽ നമ്മൾ റൊസറ്റ നോസിൽ വെച്ച് ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ് ഈ കാണിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ അതിൻ്റെ ചേരുന്ന രീതിക്ക് നമുക്ക് മൂന്നോ നാലോ കളർ മിക്സ് ചെയ്ത് നമുക്ക് ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള രീതി നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഡിസൈൻ കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഷുഗറിൻ്റെ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പല പല കളറിലെ ഷുഗർ ബോൾസ് കിട്ടുമല്ലോ, പല ഷേപ്പിൽ കിട്ടും. ഞാൻ റൗണ്ട് ചെറിയ ബോൾസാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. കേക്കിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. പിന്നെ ഫൈനലായിട്ട് നമ്മൾ തലേദിവസം സെറ്റ് ചെയ്ത് വെച്ച ഇയറും ഹോണും മുകളിൽ കുത്തി വെക്കുക. പിന്നെ നമ്മളുടെ കണ്ണ് യൂണിക്കോണിൻ്റെ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. നിങ്ങൾക്ക് ലാസ്റ്റ് യൂണിക്കോൺ കേക്കിൻ്റെ ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഡിസൈനൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.